സംസ്ഥാനത്തെമ്പാടുമുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ജില്ലകളിൽ നിന്നും വളരെ വിശദമായ റിപ്പോർട്ടുകൾ നൽകാനായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട്. 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ബാക്കിയുള്ള 9 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയും ശ്രദ്ധിക്കണം, എവിടെയും യെല്ലോ അലേർട്ട് നിലവിലില്ല. ഓറഞ്ചും റെഡ് അലേർട്ടുമാണ് കേരളത്തിലെമ്പാടുമുള്ളത്. കാലവർഷം എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനായാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുന്നു. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, കേരളത്തിലാകെയുള്ള വിവരങ്ങൾ ആദ്യം വിശദമായി പറയാം. കാരണം റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഇടങ്ങളിൽ റെഡ് അലേർട്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. ഓറഞ്ച് അലേർട്ടിൻ്റെ പ്രത്യേകതകൾ, അതേസമയം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ. അവരോടൊക്കെയും ആ നാടിൻ്റെ പ്രത്യേകതകൾ, ഇതിനു മുൻപ് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയും തദ്ദേശ ഭരണകൂടങ്ങളോട് വിശദീകരിക്കാനും ജാഗ്രത എടുക്കാനും പ്രധാനമായും സംസ്ഥാനമെമ്പാടുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എന്തൊക്കെ മുന്നറിയിപ്പുകൾ എവിടെയൊക്കെ നിലനിൽക്കുന്നു? വീണ, ഗുഡ് മോർണിംഗ്. ഒരു ശുഭദിനമായി തന്നെ പോകണമെന്നതാണ് നമ്മളുടെയും ആഗ്രഹമായിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് മഴയെല്ലാം പെയ്ത സമയത്ത് കേരളം എല്ലാ തവണയും അത് കണ്ണീരിലാഴ്ത്തിയ ദിനങ്ങൾ മാത്രമാണ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് പ്രളയമായിട്ടാണെങ്കിലും പേമാരിയായിട്ടാണെങ്കിലും അതിന് ശേഷം ഏറ്റവും അവസാനം ഒരു മണ്ണിടിച്ചൽ ആയിട്ടാണെങ്കിൽ പോലും കേരളത്തിലെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും സങ്കടപ്പെട്ട കാഴ്ചയെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പാലിക്കണമെന്ന്, അത് ഓരോരുത്തരും ഓരോ വ്യക്തികളും അത് പാലിക്കണം. നൽകുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം പാലിക്കണമെന്ന് വിനീതമായിട്ടാണ് ഓരോരുത്തരോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം എല്ലാവരുടെയും ജീവന് വിലയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നമ്മൾ ആവർത്തിച്ച് അവരോട് പറയാനും ആഗ്രഹിക്കുന്നത്. ഇന്ന് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയാണ് ഇന്ന് 5 ജില്ലകളിലാണ് അതിതീവ്ര മഴ, അതാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. അതിതീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യതയുള്ളത് അത് വടക്കൻ മേഖലകളിലാണ്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. ബാക്കി 9 ജില്ലകളിൽ താരതമ്യേനയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് തിരുവനന്തപുരം മുതൽ മറ്റു തൃശ്ശൂർ വരെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും അത്തരത്തിലുള്ള ഒരു മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഏത് സമയത്ത് എത്ര ഡിഗ്രിയിലായിരിക്കും മഴ ലഭിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശങ്ക നിൽക്കുന്നത്. കാരണം ഞാനിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ നഗരത്തിൽ ഇപ്പോൾ മഴയില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലാ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ മഴ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ചിലപ്പോൾ മഴ ലഭിക്കുക എന്നുള്ളതല്ലായിരിക്കും. ഗ്രാമപ്രദേശങ്ങളുണ്ട്, അതായത് മലയോര പ്രദേശങ്ങൾ, അതായത് പൊന്മുടി, വിതുര, ആ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ അമ്പൂരി, വെള്ളറട, പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുമൊക്കെയാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചാറ്റൽ മഴയാണെങ്കിൽ പോലും ഇപ്പോഴും ഈ പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലും ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലേക്ക് പോയില്ല. ചിലപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ മഴ ഉണ്ടാകണമെന്നില്ല. അത് ചില കാറ്റിൻ്റെ വ്യതിയാനം കൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതേ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെയാണ് ബുധനാഴ്ച വരെയാണ് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് കാറ്റ് ശക്തമായി വീശുന്നത് കൊണ്ടാണ്. ഏകദേശം 65 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യബന്ധനത്തിനായി ഈ കടലിൽ പോകുന്നവരോട്, അതും ചെറുവള്ളങ്ങളിൽ പോകുന്നവരോടൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നത്. നമുക്ക് വള്ളങ്ങളിൽ സുരക്ഷ പാലിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു ഉദാഹരണമുണ്ട്. ഇന്നലെ വലിയ ഒരു ഷിപ്പ് പോലും കാറ്റിൻ്റെ ദിശയിൽ മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്രയ്ക്കുള്ള കാറ്റ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പതിവിലും മുൻപേ, അതായത് 8 ദിവസം മുമ്പെയാണ് ഇപ്പോൾ കാലവർഷം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു മുന്നറിയിപ്പുകൾ ഉള്ളതുകൊണ്ട് അത് പാലിക്കണമെന്ന് തന്നെയാണ് നമുക്കും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വാർത്ത കാണുന്ന എല്ലാവരോടും നമുക്ക് ഇതുതന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വാർത്തയിൽ. അതുപോലെ ഉയർന്ന തിരമാല പ്രതിഭാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറയുന്നുണ്ട്. കേരള തീരത്ത് രാവിലെ
രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയും 8:30 വരെ, അതായത് കേരള തീരത്ത് നാളെ രാവിലെ 8:30 മുതൽ ഉള്ള ഒരു തിരമാലയുടെ ഉയർന്ന സാധ്യതയാണ്. 3.1 മുതൽ 4.2 വരെ ഉയർന്ന തിരമാലയും കടലാക്രമണവും സാധ്യതയുണ്ട് എന്നതാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അത് റെഡ് അലേർട്ട്, അതായത് അതീവ സുരക്ഷ പാലിക്കേണ്ട ചില ജില്ലകളുണ്ട്. അതീവ തിരമാലകൾ, അതിശക്തമായ തിരമാലകൾ അടിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ, അത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരപ്രദേശത്തും ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുള്ള പ്രദേശത്തും എറണാകുളത്ത് മുനമ്പം മുതൽ മുറവങ്ങാട് വരെയുള്ള പ്രദേശത്തും തൃശ്ശൂർ ആറ്റുംപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശത്തും മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചെമ്പല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂരിൽ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് തുഞ്ചൂർ മുതൽ കോട്ടക്കുന്ന് വരെയുമാണ് റെഡ് അലേർട്ട്, അതായത് അതീവ തീവ്രതയുള്ള തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതവണയാണ് പൊഴിയൂരൊക്കെ ആ തിരമാല ഉയർന്നു കയറുകയും വീടുകളിലേക്ക് അടിച്ചു കയറി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള പ്രദേശത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകുന്നത്. കൂടാതെ കന്യാകുമാരി ജില്ലയിലെ നീരാടി മുതൽ അരക്കരപ്പുറം വരെയും തിരമാലകൾക്ക് ശക്തിയാർന്ന ഉയർന്ന സ്ഥിതിയിൽ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സമുദ്ര പഠന ഗവേഷണം പറയുന്നത്. അത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും അതുപോലെ തന്നെ കന്യാകുമാരി കടലിലുണ്ടാകുന്ന വ്യതിയാനവുമാണ് കേരള തീരത്ത് ഇത്രയും അധികം. അത് കന്യാകുമാരി തീരത്തുണ്ടാകുന്ന വ്യതിയാനമാണ് തെക്കൻ കേരളത്തിലും ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദമാണ് മറ്റു കേരളത്തിന്റെ പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. അതുപോലെ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് പ്രവർത്തിക്കുന്നവർക്കുമായി ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്നും അനധികൃതർ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് തുടങ്ങി ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കണം. കടൽക്കൽ പ്രവാസം ഉണ്ടായാൽ അതിനെ ഉടനെ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകണം. ബീച്ചിലേക്കുള്ള യാത്ര, കടലിലിറങ്ങിയുള്ള വിനോദം പൂർണ്ണമായി ഒഴിവാക്കണം. തീരശോഷണം സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് ചില തിരമാലകൾ അടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. എന്തായാലും സംസ്ഥാനം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട, സംസ്ഥാനത്ത് ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ്. കാരണം നമ്മളുടെ മുമ്പിലുള്ളതെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ആ തരത്തിൽ പെരുമാറണമെന്ന് തന്നെയാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകരോട്, എല്ലാ മലയാളികളോടും, എല്ലാ മനുഷ്യരോടും നമുക്ക് പറയാനുള്ളത്. എന്തായാലും ശക്തമായ മഴ മുന്നറിയിപ്പുകളുണ്ട്. ഓറഞ്ച് അലർട്ടായും തീവ്ര മഴയായും അതുപോലെ തന്നെ അതിതീവ്ര മഴയായും റെഡ് അലർട്ടായും സംസ്ഥാനത്തുടനീളം മഴ മുന്നറിയിപ്പുണ്ട്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ നിൽക്കുന്നവർ, ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നവർ ആ സ്ഥലത്തെ സാഹചര്യം കൂടി അല്ലെങ്കിൽ ആ ജില്ലയുടെ മുന്നറിയിപ്പുകൾ കൂടി മനസ്സിലാക്കിയതിനു ശേഷം യാത്ര ചെയ്യണമെന്നാണ് നമുക്കും അവരോട് പറയാനുള്ളത്. വളരെ പ്രധാനമാണ്.